ഈ പറയുന്ന മദ്യനയത്തിന്റെ കരട് സാമ്പത്തിക കാര്യ സമിതിയിൽ ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങയുടെ മറുപടി? അല്ല, ഈ ഷഫീർ പറയുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും വ്യക്തതയില്ല, ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് വന്ന് പറയുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ പറഞ്ഞ ഒരു കാര്യം. ഇവിടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക ചർച്ചയോ ആലോചനയോ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഷഫീർ പറയുകയാണ് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന്. ആദ്യ കാര്യങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ. അതായത് പിന്നീട് താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് നേരത്തെ 2 വർഷം മുമ്പ് IT പാർക്കുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം, അതിൻ്റെ കാര്യമാണ്. 2 വർഷത്തെ മുമ്പുള്ള മദ്യനയത്തിൽ, പ്രഖ്യാപിതമായ മദ്യനയത്തിൽ എടുത്ത തീരുമാനമാണ് IT പാർക്കുകളിൽ ബാംഗ്ലൂരും മറ്റുമെല്ലാം ഉള്ളതുപോലെ കേരളത്തിലും മദ്യമാകാം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിയമസഭ ഉപസമിതി ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. താങ്കൾ പ്രയാസപ്പെടല്ലേ, ഉപസമിതിയുടെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. അത് വന്നു എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടക്കുന്ന സമയത്ത് അത് വന്നു, അത് യോഗം ചേർന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. പിന്നെ മന്ത്രിസഭ ഉപസമിതി ചേർന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഇതൊന്നും ഈ ഘട്ടത്തിൽ നടന്നിട്ടില്ല. ഇത് തന്നെ 2 ഘട്ടത്തിലുള്ള കാര്യമാണ്. അതായത് ഇതിനോട് കൂടി ചേർത്ത് 2 വർഷം മുമ്പേയുള്ള മദ്യനയത്തിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞതും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്ന മദ്യനയത്തെക്കുറിച്ചുള്ളതാണ്. ഇതെങ്കിലും മിനിമം മനസ്സിലാക്കണം എന്നുള്ളതാണ് UDF പ്രതിനിധിയോട് പറയാനുള്ളത്. എല്ലാം ചേർത്ത് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ 2013 സാമ്പത്തിക കാര്യ സമിതി വന്ന വിഷയമാണ് തിരുവഞ്ചൂർ അടക്കം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. 2013 2 വർഷം മുമ്പെയുള്ള മദ്യനയത്തിൽ 2 വർഷം മുമ്പെയുള്ള മദ്യനയത്തിലാണ് ഈ പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് നിയമസഭാ കമ്മിറ്റി ആയതാണ്. ഇനി ഈ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചാൽ ആ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് പുതിയ നിയമസഭാ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാവുക. ഇതൊന്നും ഷഫീറിന് അറിയില്ലെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം മനസ്സിലാക്കേണ്ടത് ഇനി വരാനിരിക്കുന്ന മദ്യനയത്തെക്കുറിച്ചാണ്. ഞാൻ പറയട്ടെ, താങ്കൾ ആവോളം സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഖജനാവിലേക്ക് പണം കൂടുതൽ വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. UDFന്റെ കാലത്ത് വന്നത്ര പണം LDFന്റെ കാലത്ത് ഖജനാവിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 2012-13 UDFന് മദ്യം വിറ്റ വകയിൽ എക്സൈസ് തീരുവയും വിൽപ്പന നികുതി ഉൾപ്പെടെ ആകെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ 18.21% ലഭിച്ചതെങ്കിൽ 2022-23 പരിശോധിച്ചാൽ 13.4% എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ആകെ വരുമാനത്തിൽ 4.8% കുറവാണ് ഈ കാലഘട്ടം വന്നു നിൽക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്തത് അതുകൂടി പറയാനുള്ളൊരു അവസരം തന്നതിൽ സന്തോഷം. കെ ബാബു പ്രത്യേകമായി ഈ പറഞ്ഞ എല്ലാ ബാറ് മുതലാളിമാരുടെ ഈ യോഗം വിളിച്ചു ചേർത്തു. എന്നിട്ട് ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു ഇത്രയാണ് നിങ്ങളുടെ ടാക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ കൂടുതലാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. എന്നാൽ ശരി, കുറച്ച് ഇത്രയാക്കി തരാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ബാക്കി ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു അന്ന് ആക്ഷേപമൊന്നും മാത്രമല്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കെ ബാബുവിൻ്റെ കയ്യിൽ നിന്ന് 25.82 ലക്ഷം രൂപ സ്വത്ത് ED കണ്ടുകെട്ടിയിരിക്കുന്നു. അന്നത്തെ മന്ത്രിയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. ഇത് ഷഫീർ മറന്നുപോയതാണ്. അനധികൃതമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ പൈസ ED കണ്ടുകെട്ടി, ബാബുവിൻ്റെ പൈസ പോയി, ഇങ്ങനെ കട്ടുണ്ടാക്കിയ പൈസ പോയി, അത് അറിയേണ്ടതുണ്ട്. പിന്നെ അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. ആ കാലമാണ് ഈ കാലമെന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഞാൻ ഓരോ കാര്യത്തിലായിട്ട് പറയുന്നില്ല, പിന്നെ ചില കാര്യം പറയാൻ വിട്ടുപോയ പ്രശ്നമാണ്. അതായത് UDFന്റെ കാലത്ത് ഞങ്ങൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. കെ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ആക്ഷേപം വന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസാനം EDയിൽ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. KM മാണിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഷഫീർ പറ്റുമെങ്കിൽ ഒന്ന് കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ KM മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കേരള കോൺഗ്രസ് ഒരു അന്വേഷണം നടത്തി. അദ്ദേഹത്തെ കുടുക്കാൻ വേണ്ടി ശ്രമിച്ചതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ 22, 26, 28 പേജ് ഒന്ന് ഷഫീർ വായിച്ചു നോക്ക്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 17-ാം പേജ് അടൂർ പ്രകാശിനെതിരെ, 14-ാം പേജ് കെ ബാബുവിനെതിരെ, 18-ാം പേജ് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ഈ ആളുകൾ നടത്തിയ ഗൂഢാലോചനയിലാണ് തന്നെ പെടുത്തിയത് എന്ന് ശ്രീ കെ എം മാണി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് മനസ്സിലാവുമല്ലോ. പിന്നെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടൂർ പ്രകാശിൻ്റെ ഉറ്റ ബന്ധുവായ, ആ ബന്ധുത്വം സ്ഥാപിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനായ ഒരാൾ, അദ്ദേഹം
ഉന്നയിച്ച ആരോപണം കാശ് നേരിട്ട് വാങ്ങിയെന്നായിരുന്നു. നേരിട്ട് കെ ബാബു ഉൾപ്പെടെ കാശ് വാങ്ങിയെന്ന് അദ്ദേഹം നേരിട്ട് ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായി അന്നത്തെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ആ കാര്യം ഏറ്റെടുത്തു. കെ എം മാണിക്കെതിരായി നിങ്ങൾ നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. പിന്നെ ഞങ്ങൾ സംസ്ഥാന നേതൃത്വം തന്നെ ഈ പറയുന്ന ശബ്ദരേഖയും അത് ഉന്നയിച്ച ആളെയും അടക്കം തള്ളിപ്പറയുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. സമാനമായ സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മദ്യലഹരിയുടെ പേരിൽ എന്ന് പിന്നീട് ബാറുടമകളിൽ ചിലരൊക്കെ പറയുന്നുണ്ട്. ബിജു രമേശ് മാത്രമാണ് പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ബിജു രമേശ് മുന്നോട്ട് വെച്ച തെളിവുകൾ, അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ നുണപരിശോധനാ ഫലം, ഇതൊക്കെ തിരിച്ചടിയാവുകയും അന്വേഷണം നടക്കുകയും ഹൈക്കോടതി പരാമർശം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സർക്കാരിന് കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിരിവ് നടത്തണമെന്ന് പറഞ്ഞ് ഒരു ഓഡിയോ സന്ദേശം ഇടുകയാണ്. അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം വെറുതെ ഇടാൻ കഴിയില്ല. ഒന്നുകിൽ പിരിവ് കൊടുത്ത് ശീലമുള്ളവർ, അല്ലെങ്കിൽ ബാർ ലൈസൻസിന് വേണ്ടി ഇങ്ങനെ പണം നിയമവിരുദ്ധമായി കൊടുക്കണമെന്ന് നല്ല ബോധ്യമുള്ളവർ, ഇവരൊക്കെ ഉണ്ടെങ്കിലേ വളരെ സ്വാഭാവികമായെന്ന് പറയാൻ കഴിയും. നോക്കൂ, ഇപ്പം എന്നോടും ശ്രീ എസ് കെ സജീഷോടും ശ്രീ ബി ആർ എം ഷഫീറിനോടും ഒരാൾ വന്ന് പറയുകയാണ് സർക്കാരിന് പണം കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ രാഷ്ട്രീയ ഇതും ബാക്ക്ഗ്രൗണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നടുത്ത് പണം കൊടുത്താലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അത് കൊടുത്താലേ നടക്കൂ എന്ന ബോധ്യം വേണം. അപ്പോൾ വെറുതെ ഇടാൻ കഴിയുമോ? അത് എനിക്ക് രണ്ട് കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. നേരത്തെ ശ്രീ ബി ആർ എം ഷഫീർ ഇങ്ങനെ തിരക്കഥ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനുകൂടി ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞു പോകേണ്ട അത്യാവശ്യ ചില കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. ഒരു കാര്യം, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഈ സർക്കാരിന് കാശ് കൊടുത്താൽ ഒന്നും നടക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയേണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിലൊരു തർക്കം അക്കാര്യത്തിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാറുകാരുടെ യഥാർത്ഥ ആവശ്യം എന്താ? അവർക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് കുറയ്ക്കലാണ് ആവശ്യം. ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റ് കുറച്ചു കൊടുക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചോ? ഇല്ലല്ലോ. ബീവറേജ് ഔട്ട്ലെറ്റ് ആധുനികവൽക്കരിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ കള്ള് ആധുനികവൽക്കരിക്കാനുള്ള ശ്രമമാണ് സ്വീകരിച്ചത്. അതായത് ബാറുകൾക്ക് അനുകൂലമായ ഒരു നിലപാടും ഇവിടെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന്റെ നയമല്ല. മാത്രവുമല്ല, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഉന്നയിക്കുന്ന രണ്ട് ആവശ്യം എന്ന് പറയുന്നത് ഡ്രൈഡേയും സമയപരിധി കൂട്ടുക എന്നുള്ളതുമാണ്. അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇതിപ്പോൾ മന്ത്രി പറയുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ലൈസൻസ് ഫീ കുറയ്ക്കുക എന്നുള്ളതാണെന്ന്. അവരുടെ ഏറ്റവും വലിയ ആവശ്യമായി അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഡ്രൈഡേ ഇല്ലാതാക്കുകയും സമയപരിധി നീട്ടുക എന്നുള്ളതുമാണ്. ഓക്കെ, ഞാൻ പറയാം. ഒന്ന്, അത് തന്നെയാണ് പറഞ്ഞത്. കുറേ മാധ്യമങ്ങൾ ചേർന്ന് ഇങ്ങനെ ഡ്രൈഡേ ഒഴിവാക്കുന്നു എന്നൊരു ചർച്ച ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ പരിധിയുടെ കാര്യത്തിലും ചർച്ച ഉണ്ടായിക്കൊണ്ടുവരുന്നു. ഇതൊന്നും എവിടെയും ചർച്ച ചെയ്ത വിഷയമല്ല. അങ്ങനെ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു നയം രൂപീകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുമില്ല.